സ്പെഷ്യൽ എഡിഷൻ തുടരുന്നു. പെട്രോളിന് വീണ്ടും വില കൂട്ടി. ₹1.40 ഇത്തവണ കൂട്ടിയത്. രണ്ടാഴ്ചക്കിടെ ഇത് രണ്ടാം തവണയാണ് വില വർധനവ്. ഇതോടെ ലിറ്ററിന് ₹74.08 കഴിഞ്ഞ ഫെബ്രുവരി 15 പെട്രോളിന് ₹1.50 ഡീസലിന് 45 കൂട്ടിയത്. KSRTCയുടെ ഡീസൽ വില വീണ്ടും കൂട്ടി. ₹1.19 കൂട്ടിയത്. ഇതോടെ KSRTCയുടെ പ്രതിദിന നഷ്ടം ₹6,97,500 മറ്റ് പമ്പുകളിൽ ഡീസൽ വില ഇപ്പോൾ ₹50.30. ഡീസൽ വില വർധനവിനെക്കുറിച്ച് സംസാരിക്കാൻ കേന്ദ്ര പെട്രോളിയം മന്ത്രിയെ കാണുമെന്ന് ആര്യാടൻ. ഇടതുമുന്നണിയുമായി സഹകരിക്കാൻ CMP തയ്യാറാണെന്ന് MV രാഘവൻ പറഞ്ഞു. ഇക്കാര്യം അടുത്ത പാർട്ടി നേതൃയോഗം ചർച്ച ചെയ്യും. ഏതെങ്കിലും പാർട്ടിയുമായി ലയിക്കാനല്ല, ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്ന കാര്യമാണ് പരിഗണിക്കുന്നതെന്നും MV രാഘവൻ മീഡിയ വണ്ണിനോട് വിശദീകരിച്ചു. കോൺഗ്രസിൽ സകല വൃത്തികേടും നടക്കുന്നുണ്ടെന്നും UDFനെ ജനം വെറുത്തു തുടങ്ങിയെന്നും രാഘവൻ പറഞ്ഞു. അവസ്ഥ വരികയാണെങ്കിൽ ആലോചിക്കാം എന്നാണ് പറഞ്ഞത്. LDFിലേക്ക് ഒരു ക്ഷണം കിട്ടുകയാണെങ്കിൽ, അത്തരമൊരു സാഹചര്യം വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നാണ് അല്ലേ? ഈ മാസം മാർച്ച് 5 UDFിന്റെ ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനം UDFിനെ ജനങ്ങൾ തീർക്കാതെ, അതുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ UDFിന്റെ ജനതാപാണ്. മുന്നണി വിട്ടവർ തിരിച്ചുവരണമെന്ന പ്രകാശ് കാരാട്ടിന്റെ അഭിപ്രായത്തിന് വലിയ വിലയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. പ്രകാശ് കാരാട്ട് CPMന്റെ ജനറൽ സെക്രട്ടറിയാണ്. അതിനാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് വലിയ വിലയുണ്ട്. തന്റെ അഭിപ്രായം നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നും VS പറഞ്ഞു. ഇടതുമുന്നണിയുമായി സഹകരിക്കാമെന്ന MV രാഘവന്റെ നിലപാട് മുന്നണി പരിശോധിക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. നയപരമായ മാറ്റങ്ങൾ വരുത്തിയാൽ UDF ഘടകകക്ഷികൾക്ക് ഇടതുമുന്നണിയുമായി സഹകരിക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDF അധികകാലം നിലനിൽക്കില്ലെന്നും കോടിയേരി തിരുവനന്തപുരത്ത് പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ കാര്യം പാർട്ടി പരിശോധിക്കുന്നതാണ്. ഇന്നത്തെ രൂപത്തിൽ ഈ ഐക്യജനാധിപത്യ മുന്നണി നിലനിൽക്കാൻ പോകുന്നില്ല. അത് രാഷ്ട്രീയമായി സംഘടനാപരമായി UDF വലിയ ശൈഥില്യത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു സൂചനയാണ് MV രാഘവൻ്റെ പ്രസ്താവന. ഇതേപോലെ തന്നെയാണ് KM മാണി നടത്തിയിട്ടുള്ള നിലപാട്. മുഖ്യമന്ത്രി കേന്ദ്ര ബഡ്ജറ്റിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്തു. അതിന് വ്യത്യസ്തമായിട്ടാണ് കേന്ദ്ര ബഡ്ജറ്റ് കേരളത്തോട് നീതി കാണിച്ചില്ല എന്ന് KM മാണിക്ക് പരസ്യമായി പറയേണ്ടി വന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് ഈ പാർട്ടികൾ വ്യക്തമാക്കേണ്ടത്. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ PA സുരേഷിനെതിരെ പാർട്ടി അന്വേഷണം. പാലക്കാട് കല്ലേപ്പള്ളി ഉത്സവ കമ്മിറ്റി നൽകിയ സ്വീകരണ യോഗത്തിൽ VSന് അനുകൂലമായി സുരേഷ് പ്രസംഗിച്ചുവെന്നാണ് ആരോപണം. അന്വേഷണത്തിനായി കമ്മീഷനെ നിയോഗിച്ചു. CPM പാലക്കാട് ജില്ലാ നേതൃത്വത്തിന്റേതാണ് തീരുമാനം. പാർട്ടി നടപടി നേരിടുന്ന സുരേഷിന് സ്വീകരണം നൽകിയതും പാർട്ടി അന്വേഷിക്കും. സ്വീകരണ യോഗത്തിൽ പാർട്ടിയെ വെല്ലുവിളിക്കുന്ന തരത്തിൽ സുരേഷ് പ്രസംഗിച്ചുവെന്നാണ് ആരോപണം. റെയിൽവേയുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് UDF MPമാർക്ക് ഉറപ്പു നൽകി. റെയിൽവേ ബജറ്റിൽ കേരളത്തെ അവഗണിച്ചത് ശ്രദ്ധയിൽപ്പെടുത്താനാണ് MPമാർ പ്രധാനമന്ത്രിയെ കണ്ടത്. നേരത്തെ റെയിൽവേ മന്ത്രി പവൻകുമാർ ബൻസലുമായി MPമാർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. റെയിൽവേ ബജറ്റിലും പൊതുബജറ്റിലും കേരളം തഴയപ്പെട്ടെന്ന് സംസ്ഥാനത്ത് നിന്നുള്ള ഇടത് MPമാർ. കേരളത്തിന് വേണ്ടി UDF ഒന്നും ചെയ്തില്ലെന്നും അവർ ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ഇതുവരെ ഉള്ള ബഡ്ജറ്റ്, അതിൽ പ്രത്യേകിച്ച് റെയിൽവേ ബഡ്ജറ്റായാലും പൊതു ബഡ്ജറ്റായാലും കേരളത്തെ പൂർണ്ണമായിട്ടും അവഗണിക്കുന്ന ഒരു സ്ഥിതിയും കാര്യങ്ങളുമാണ് വന്നിട്ടുള്ളത്. അതിൽ കേരളത്തിലെ ഇടതുപക്ഷ MPമാരെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധം ഞങ്ങൾ ധർണയിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ രണ്ട് കാര്യങ്ങളും, പൊതു ബഡ്ജറ്റിലെയും റെയിൽവേ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെയും അതുപോലെ മറ്റു മന്ത്രിമാരെയും കണ്ടിട്ട് നിവേദനം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. UDF ഈ എടുക്കുന്ന സമീപനം ശരിയല്ല. സ്പെഷ്യൽ എഡിഷൻ ഒരിടവേളയിലേക്ക് കൂടി. Special edition brought to you by KIMS Pinnacle Comprehensive Cancer Center. രണ്ടാം വർഷത്തിലേക്ക് ലിനക്സ് റാപ്പിഡ് ആക്ട് ടെക്നോളജി ഉപയോഗിച്ചുള്ള റേഡിയേഷൻ ചികിത്സ, ഡ്രാക്കി തെറപ്പി, സൂക്ഷ്മമായ കീമോതെറപ്പി ചികിത്സകൾ. KIMS Pinnacle Comprehensive Cancer Center, തിരുവനന്തപുരം. നമുക്കൊന്നിച്ചു മുന്നേറാം ഒരു ക്യാൻസർ വിമുക്ത ലോകത്തേക്ക്.
പണ്ടുണ്ടായിരുന്ന ഒറിജിനൽ കാർഡുകളുടെ ഒരു 7% മാത്രമേ ഇപ്പോൾ ഉള്ളൂ. പരിസ്ഥിതി നമുക്ക് ആവശ്യമാണ്, പക്ഷേ ജനങ്ങളുമായി ബന്ധപ്പെട്ട പരിസ്ഥിതിയാണ്. കുടിവെള്ളത്തിനും ഇറിഗേഷനും പ്രശ്നമുണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പശ്ചിമഘട്ട മലനിരകളുടെ ശോഷണമാണ്. ഈ റിപ്പോർട്ട് നമ്മൾ നടപ്പിലാക്കിയിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. നമ്മുടെ മക്കളെ നടപ്പിലാക്കിക്കോളും. അത്രമാത്രം പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പ്രവാസത്തിന്റെ മണ്ണ്. മലയാളി ജീവിതത്തെ അടിമുടി മാറ്റിച്ച പരദേശ മണ്ണ്. ചോരക്കുഞ്ഞിനെ പോലും നാട്ടിൽ തനിച്ചാക്കി ജോലി ചെയ്യാനെത്തുന്ന ഗൾഫിലെ മലയാളി സ്ത്രീകളുണ്ട്. തങ്ങളുടെ ജീവിതത്തിനെ കുറിച്ച് അവർക്ക് പറയാൻ പലതും കാണില്ലേ? ടീ ടോക്ക് അന്വേഷിക്കുന്നത് അത് തന്നെയാണ്. സത്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ ഒരു മണിക്കൂറെങ്കിലും സമാധാനമായിട്ട് കിടക്കാന്ന് വിചാരിക്കുമ്പോഴേക്കും ഈ ബന്ധുക്കളുടെ പ്രവാഹം തുടങ്ങും. വീട്ടിലിരിക്കുന്നവർക്ക് അറിയില്ല ഇവിടെ എന്താ നടക്കുന്നതെന്നുള്ളത്. അവര് വിചാരം ഇവിടെ എന്താ പറയാ, കാശെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. Watch Tea Talk with me, Chris, only on Media One. റിപ്പോർട്ടേഴ്സ് ഡയറിയിലേക്ക്. ഈ തോട്ടങ്ങളാണ് അധികൃതർ തുച്ഛമായ വിലയ്ക്ക് വിറ്റ് തുലച്ചത്. ഇത് ആലപ്പുഴയിലെ കൊമേഴ്സ്യൽ കനാൽ. ഈ കര ഇനി എത്ര നാൾ ഇങ്ങനെ ബാക്കി നിൽക്കും? റിപ്പോർട്ടേഴ്സ് ഡയറി ഇന്ന് രാത്രി 10-ന്. ഈ വേദി റിയാലിറ്റി ഷോകളുടെ ചരിത്രം തന്നെ മാറ്റി എഴുതും. സ്ത്രീയെ ഒരിക്കലും ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല, എന്നാൽ സ്ത്രീയാണ് യഥാർത്ഥ ചരിത്രം. പെൺകരുത്തിന്റെ 15 പ്രതിനിധികൾ, നിർമ്മലമായ 15 സ്വപ്നങ്ങൾ. മലയാളത്തിൽ വേറിട്ട ദൃശ്യവിരുന്നൊരുക്കി അവൾ വരുന്നു. ചരിത്രത്തിന്റെ ശിലാലിഖിതങ്ങളിൽ പുതിയ അടയാളപ്പെടുത്തലുമായി ഞാൻ സ്ത്രീ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഞാൻ സ്ത്രീ. ബ്രോട്ട് യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ ചേമ്പുരുടെ ഉത്സവം. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. സ്പെഷ്യൽ എഡിഷൻ തുടരുന്നു. രണ്ടാം UPA സർക്കാരിന്റെ അവസാന ബജറ്റിൽ ന്യൂനപക്ഷ ക്ഷേമത്തിനുള്ള വിഹിതം 12% കൂട്ടിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച 4 പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചത്. കഴിഞ്ഞ ബജറ്റിൽ അനുവദിച്ച 935 കോടി രൂപ ചെലവഴിച്ചിട്ടില്ലെന്നും കണ്ടെത്തി. ജനപ്രിയമെന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട UPAയുടെ ബജറ്റിൽ ന്യൂനപക്ഷ ക്ഷേമത്തിന് മുന്തിയ പരിഗണന നൽകിയിട്ടുണ്ട് എന്നതാണ് പ്രചരണം. കഴിഞ്ഞ ബജറ്റിൽ അനുവദിച്ച 3135 കോടിയേക്കാൾ 12% കൂടുതൽ തുക ഈ വർഷം വകയിരുത്തിയതായി ധനമന്ത്രി P. ചിദംബരം പറഞ്ഞു. എന്നാൽ രൂപയുടെ മൂല്യശോഷണവുമായി തട്ടിച്ചു നോക്കിയാൽ ഈ വർധനവിൽ കാര്യമില്ലെന്ന് ബോധ്യപ്പെടും. 3511 കോടിയാണ് ഈ ബജറ്റിൽ ന്യൂനപക്ഷ ക്ഷേമത്തിനായി വകയിരുത്തിയത്. ഇതിൽ 160 കോടി മൗലാന ആസാദ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന് അനുവദിച്ചതാണ്. കഴിഞ്ഞ ബജറ്റിൽ 100 കോടി രൂപ ഇതേ ഫൗണ്ടേഷന് അനുവദിച്ചിരുന്നെങ്കിലും ഒന്നും ചിലവഴിച്ചിരുന്നില്ല. കഴിഞ്ഞ ബജറ്റിൽ ന്യൂനപക്ഷ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നീക്കിവെച്ച തുകയിൽ 935 കോടിയാണ് ചിലവഴിക്കാതെ പാഴാക്കിയത്.
ബജറ്റ് തുക വിനിയോഗിക്കുന്നതിൽ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം പരാജയപ്പെട്ടതാണ് കാരണം. സൽമാൻ ഖുർഷിദ് ഇടക്കാലത്ത് വിദേശ മന്ത്രാലയത്തിലേക്ക് മാറിയതോടെ ന്യൂനപക്ഷ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തിയില്ലെന്നാണ് ആരോപണം. ബജറ്റിൽ ന്യൂനപക്ഷങ്ങൾക്ക് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് പകരം കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച 4 പദ്ധതികൾ സർക്കാർ മരവിപ്പിക്കുകയും ചെയ്തു. 4 പദ്ധതികൾക്കുമായി വകയിരുത്തിയ 117 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വിനിയോഗിക്കാതിരുന്നത്. ഇതോടെ ന്യൂനപക്ഷങ്ങൾക്ക് മുൻതൂക്കമുള്ള പട്ടണങ്ങളിലെ വിദ്യാഭ്യാസ പ്രോത്സാഹനത്തിനുള്ള പദ്ധതി, ന്യൂനപക്ഷ ഗ്രാമങ്ങളുടെ വികസനത്തിനുള്ള പദ്ധതി, ന്യൂനപക്ഷ ജില്ലകളിലെ സ്ഥാപനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട 9ാം ക്ലാസ് വിദ്യാർത്ഥിനികൾക്കുള്ള സൈക്കിൾ വിതരണ പദ്ധതി എന്നിവ മരവിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ മലപ്പുറം ക്യാമ്പസിനോ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ക്യാമ്പസിനോ ബജറ്റിൽ വിഹിതമൊന്നും മാറ്റിവെച്ചിട്ടില്ല. ഉറുദു ഭാഷയുടെ വികാസത്തിനായി കാലങ്ങളായി അനുവദിക്കാറുള്ള ഫണ്ടും ഇത്തവണത്തെ ബജറ്റിൽ കണ്ടില്ല. ഡൽഹിയിൽ നിന്നും മുജീബ് റഹ്മാൻ, മീഡിയ 1. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് അരുൺ ജെയ്റ്റ്ലിയുടെ ഫോൺ ചോർത്തിയിട്ടില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ പറഞ്ഞു. ഫോൺ ചോർത്തൽ വിവാദത്തെക്കുറിച്ച് രാജ്യസഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു അദ്ദേഹം. എന്നാൽ സർക്കാർ വിശദീകരണം പ്രതിപക്ഷം തള്ളി. തന്റെ ഫോണും ചോർത്തിയിട്ടുണ്ടെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം സീതാറാം യെച്ചൂരി ആരോപിച്ചു. For seeking details of ownership of 5 cell numbers. During the course of investigation, the Internet Protocol, that is IP, address and logging details of the official email ID of ACP operations were obtained, and it was found that it was accessed from an Internet Protocol address belonging to a Constable Arvind Kumar Dabas, number 892/ND, posted at Parliament Street Police Station. BJP ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ഡൽഹിയിൽ ചേർന്നു. നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുകയായിരുന്നു മുഖ്യ അജണ്ട. രാജ്നാഥ് സിംഗ് ദേശീയ പ്രസിഡന്റാകുന്നതിനുള്ള പ്രമേയം അവതരിപ്പിച്ചു. ദേശീയ കൌൺസിൽ നാളെ പ്രമേയം അംഗീകരിക്കും. യോഗത്തിൽ നരേന്ദ്രമോദിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ചുമതല ഏൽപ്പിക്കുമെന്നാണ് സൂചന. വ്യവസായ വകുപ്പ് മുൻ സെക്രട്ടറി T. ബാലകൃഷ്ണനെതിരെ വിജിലൻസ് അന്വേഷണം. ആറന്മുള വിമാനത്താവളത്തിന് ഭൂമി നൽകിയ കേസിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന പരാതിയിൽ അന്വേഷണം നടത്താനാണ് കോട്ടയം വിജിലൻസ് കോടതി ഉത്തരവിട്ടത്. വ്യവസായ വകുപ്പ് മുൻ ജോയിന്റ് സെക്രട്ടറി KC വിജയകുമാറിനെതിരെയും അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ചാലക്കുടിയിൽ അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയ LKG വിദ്യാർത്ഥിനിയെ തിരിച്ചുകിട്ടി. ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനി കൊരട്ടി താണിപ്പറമ്പിൽ മധുവിന്റെ മകൾ അനുശ്രീയെയാണ് കണ്ടെത്തിയത്. വൈകിട്ട് 3 മണിയോടെ തിരുവില്ലാമലയിലെ സെന്റ് ജോർജ് പള്ളിക്ക് സമീപമാണ് കുട്ടിയെ കണ്ടത്. കുട്ടിയെ വീട്ടിൽ തിരിച്ചെത്തിച്ചു. ഇന്ന് രാവിലെ മാരുതി കാറിലെത്തിയ സംഘമാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. പണം ആവശ്യപ്പെട്ട് തട്ടിക്കൊണ്ടുപോയ സംഘം കുട്ടിയുടെ പിതാവിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഫോൺ തൃശൂരിൽ നിന്നാണ് വന്നതെന്ന് പോലീസ് കണ്ടെത്തി. അന്വേഷണം തുടരുന്നു. TP വധക്കേസിലെ സാക്ഷിയെ പ്രതിഭാഗം സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് പ്രോസിക്യൂഷൻ. 16ാം സാക്ഷി PK സുമേഷിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നാണ് ആരോപണം. സാക്ഷി ഇന്ന് കോടതിയിൽ എത്തിയത് പ്രതികളുടെ കൂടെയാണെന്നും അതുകൊണ്ട് വിസ്തരിക്കാനാകില്ലെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഇതേ തുടർന്ന് സുമേഷിന്റെ വിചാരണ ഈ മാസം 6ലേക്ക് മാറ്റി. അബ്ദുൽ നാസർ മദനിക്ക് ജാമ്യം നൽകി ചികിത്സ ലഭ്യമാക്കാൻ കോടതിയെ സമീപിക്കുമെന്ന് സൂഫിയ മദനി. മദനിയുടെ ആരോഗ്യനില ആശങ്കാജനകമാണെന്നും അവർ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാരും പ്രതിപക്ഷവും ഇടപെട്ടതുകൊണ്ടാണ് ഇത്രയും ചികിത്സ ലഭ്യമായത്. എന്നാലും ഇതുവരെ നൽകിയ ചികിത്സ ഫലവത്തല്ല. മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ജാമ്യം ലഭിക്കാനായി തിങ്കളാഴ്ച കോടതിയെ സമീപിക്കുമെന്നും സൂഫിയ പറഞ്ഞു. മക്കളായ സലാഹുദ്ദീൻ അയ്യൂബി, ഉമർ മുക്താർ, ബന്ധു മുഹമ്മദ് റജീബ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എല്ലാ നിലയിലും അദ്ദേഹം തീർത്തും അവശതയിലാണുള്ളത്. ഈ വലത് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു എന്നാണ് ഇതുവരെ കിട്ടിയേക്കുന്ന റിപ്പോർട്ട്. ഇനിയിപ്പം ഡയബറ്റിക് റെറ്റിനോപ്പതിൻ്റെ ഒരു വലിയ സങ്കീർണമായ ഒരു സർജറി ഉണ്ട്. പക്ഷേ അത് ഈ കണ്ടീഷനിൽ ചെയ്യാൻ കഴിയില്ല. കാരണം ഷുഗർ ഇങ്ങനെ വളരെ കൂടിയും കുറഞ്ഞ് നിൽക്കുന്നതുകൊണ്ടിട്ട് അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ ആ സർജറി കഴിഞ്ഞെങ്കിൽ മാത്രമേ അറിയുള്ളൂ ആ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടുമെന്നുള്ളത്. ഭരണകൂടം പൗരനെ ഇരയാക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു തരികയാണ് ഫാബ്രിക്കേറ്റഡ് എന്ന ഡോക്യുമെന്ററി. അന്യായമായി തടങ്കിൽ കഴിയുന്ന അബ്ദുൽ നാസർ മദനിയുടെ ജീവിതമാണ് ഇതിവൃത്തം. ഭരണകൂടം ഇരയാക്കിയവരുടെ പ്രതീകമാണ് അബ്ദുൽ നാസർ മദനി എന്ന് ഡോക്യുമെന്ററി പറഞ്ഞു വെക്കുന്നു. മദനി മാത്രമല്ല, SAR ഗീലാനിയും വിനായക് സെന്നും ഭരണകൂട ഭീകരതയുടെ ഇരകളാണ്. ഇവിടെ ഭീകരവാദവും മാവോയിസവുമാണ് മനുഷ്യാവകാശ നിഷേധത്തിന്റെ ഉപകരണങ്ങൾ. KP ശശിയാണ് ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത്. ഫാബ്രിക്കേറ്റഡ് എന്ന ഡോക്യുമെന്ററി
പ്രധാനമായും അബ്ദുൽ നാസർ മദനിയാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ അബ്ദുൽ നാസർ മദനി ഒരു സിമ്പിൾ മാത്രമാണ് ഞങ്ങൾക്ക്. ആയിരക്കണക്കിന് നിരപരാധിയായ ആൾക്കാർ ഇന്ന് ഇന്ത്യൻ ജയിലുകളിലുണ്ട്. ജസ്റ്റിസ് ഫോർ മാദനി ഫോറം, സോളിഡാരിറ്റി, വിഷ്വൽ സെർച്ച് എന്നിവ ചേർന്ന് നിർമ്മിച്ച ഡോക്യുമെന്ററി ഇന്നലെ പ്രകാശനം ചെയ്തു. മീഡിയ 1 കോഴിക്കോട്. വെനസ്വേലയുടെ പ്രസിഡന്റ് ഹൂഗോ ചാവേസിന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു. അർബുദബാധിതനായ ഇദ്ദേഹം കുറെ നാളായി ചികിത്സയിലാണ്. ക്യൂബയിൽ ചികിത്സയിലായിരുന്ന ചാവേസ് രോഗത്തിൽ കുറവുണ്ടായതിനെ തുടർന്ന് നാട്ടിലേക്ക് വന്നിരുന്നുവെങ്കിലും പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. നാട്ടിലെത്തിയ ശേഷം രോഗം വീണ്ടും മൂർച്ഛിച്ചു. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. വൈസ് പ്രസിഡന്റായ നിക്കോളാസ് മദ്രയാണ് ഇപ്പോൾ താൽക്കാലിക ചുമതല വഹിക്കുന്നത്. യുദ്ധക്കുറ്റം ചുമത്തി ജമാഅത്തെ ഇസ്ലാമി നേതാവിന് വധശിക്ഷ വിധിച്ചതിനെതിരെ ബംഗ്ലാദേശിൽ പ്രക്ഷോഭം രൂക്ഷമാകുന്നു. പ്രതിഷേധക്കാരും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 35 പേർ കൊല്ലപ്പെട്ടു. വധശിക്ഷാ വിധിയെ തുടർന്ന് സർക്കാർ അനുകൂലികൾക്കും ജമാഅത്തെ ഇസ്ലാമി അനുയായികൾക്കുമിടയിലുണ്ടായ സംഘർഷത്തിൽ ഇന്ന് ഒരാൾ കൂടി കൊല്ലപ്പെട്ടു. ഇതുവരെയുണ്ടായ സംഘർഷങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 51ആയി. കൊല്ലപ്പെട്ടവരിൽ 3 പോലീസുകാരും ഉൾപ്പെടുന്നു. വെള്ളിയാഴ്ച നമസ്കാരത്തിന് മുന്നോടിയായി മിക്ക പള്ളികൾക്ക് മുമ്പിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തിയിരുന്നു. പ്രശ്നസാധ്യതയുള്ള പ്രദേശങ്ങളിൽ പ്രകടനം നിരോധിക്കുകയും ചെയ്തു. യുദ്ധക്കുറ്റം ചുമത്തി ജമാഅത്തെ ഇസ്ലാമി നേതാവ് ദിൽവർ ഹുസൈൻ സായിദിക്ക് കോടതി ഇന്നലെ വധശിക്ഷ വിധിച്ചിരുന്നു. 1971 പാകിസ്ഥാനെതിരെയുണ്ടായ വിമോചന യുദ്ധത്തിൽ കൂട്ടക്കൊല, ബലാത്സംഗം, മതവൈര്യം വളർത്തൽ എന്നീ കുറ്റങ്ങൾ ചെയ്തുവെന്നാരോപിച്ചാണ് വധശിക്ഷാവിധി. ഈ മാസം ആദ്യം സംഘടനയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുൽ ഖാദർ മുല്ലയ്ക്ക് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു. യുദ്ധക്കുറ്റക്കേസ് പരിഗണിക്കുന്ന ട്രിബ്യൂണലിന്റെ ആദ്യ വിധി ജനുവരി 21-നായിരുന്നു. പ്രതിപക്ഷ പാർട്ടികളെ ഉന്മൂലനം ചെയ്യാനുള്ള സർക്കാർ നീക്കമാണിതെന്നാരോപിച്ച് അന്നുമുതൽ തന്നെ രാജ്യത്ത് പ്രക്ഷോഭം ശക്തമാണ്. മൗലാന അബ്ദുൽ കലാം ആസാദാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മറ്റൊരു നേതാവ്. ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ നേതാക്കന്മാരും ജമാഅത്തിന്റെ മുതിർന്ന 7 നേതാക്കന്മാരും കേസിൽ വിചാരണ നേരിടുകയാണ്. യുദ്ധക്കേസ് വിചാരണയ്ക്കായി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വാജിദ് ഉണ്ടാക്കിയ ട്രിബ്യൂണൽ ഏകപക്ഷീയ വിചാരണയാണ് നടത്തുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ട്രിബ്യൂണൽ അധ്യക്ഷൻ ഒരു അഭിഭാഷകനുമായി നടത്തിയ സംഭാഷണം പുറത്തായതിനെ തുടർന്ന് കഴിഞ്ഞയാഴ്ച രാജിവെച്ചിരുന്നു. അന്തർദേശീയം മീഡിയ 1. താൻ അടുത്തയാഴ്ച പാകിസ്ഥാനിലേക്ക് മടങ്ങുമെന്ന് മുൻ പാകിസ്ഥാൻ പ്രസിഡന്റ് പർവേസ് മുഷറഫ്. ദുബൈയിൽ വാർത്താസമ്മേളനത്തിലാണ് മുഷറഫ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. അധികാരത്തിൽ നിന്ന് പുറത്തായ ശേഷം മുഷറഫ് ദുബൈയിലായിരുന്നു താമസം. തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടി മത്സരിക്കുമെന്നും പ്രസിഡന്റ് ആവുമോ എന്ന കാര്യം പിന്നീട് തീരുമാനിക്കുമെന്നും മുഷറഫ് പറഞ്ഞു. ഇപ്പോഴില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ജന്മനാട്ടിലേക്ക് മടങ്ങാൻ കഴിയില്ലെന്നും മുഷറഫ് പറഞ്ഞു. ജപ്പാനിലെ ഫുക്കുഷിമയിൽ ക്യാൻസർ സാധ്യത കൂടുതലെന്ന് ലോകാരോഗ്യ സംഘടന. 2011 ആണവ ദുരന്തത്തിന് ശേഷം ക്യാൻസർ ബാധിതരുടെ എണ്ണം കൂടുന്നതായാണ് റിപ്പോർട്ട്. ആണവ ദുരന്തം നടന്ന ജപ്പാനിലെ ദായ് ഇച്ചു മേഖലയിൽ വിവിധതരം ക്യാൻസറുകളുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ലോകാരോഗ്യ സംഘടന നടത്തിയ പഠനം ചൂണ്ടിക്കാട്ടുന്നു. പെൺകുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും 70% തൈറോയ്ഡ് ക്യാൻസറിനും ആൺകുട്ടികൾക്കിടയിൽ 7% ലുക്കീമിയയ്ക്കും സാധ്യതയുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്. 1986 ഉക്രൈനിലെ ചെർണോബിൽ ആണവ നിലയത്തിലുണ്ടായ ദുരന്തത്തിനു ശേഷം 14 വയസ്സിനിടയിലുള്ള കുട്ടികളിൽ തൈറോയ്ഡ് ക്യാൻസർ കൂടുതലായിരുന്നു. സമാനമായ സാഹചര്യമുള്ള ഫുക്കുഷിമയിൽ 2 വർഷമായി 18 വയസ്സിനിടയിലുള്ളവർക്ക് തൈറോയ്ഡ് പ്രശ്നങ്ങൾ കൂടുതലാണ്. എന്നാൽ ഉക്രൈനിൽ 4-5 വർഷത്തിനു ശേഷമാണ് ക്യാൻസർ കണ്ടു തുടങ്ങിയത്. 25 വർഷത്തിലധികമായി ഉക്രൈനിൽ തൈറോയ്ഡ് ക്യാൻസർ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. If we take all solid cancers together, the increase will be 4%, and I repeat again, for the most affected areas, and an additional estimated risk that can be predicted over the already expected background rates of cancer that you will have in any type of population. ജപ്പാനിലെ ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് ഫുക്കുഷിമയിലെ ക്യാൻസർ നിരക്കെന്ന് ലോകാരോഗ്യ വിദഗ്ധർ പറയുന്നു. ജപ്പാനിലെ മറ്റു ഭാഗങ്ങളിൽ പെൺകുട്ടികൾക്കിടയിലെ തൈറോയ്ഡ് ക്യാൻസർ സാധ്യത 0.75% ആണവ ദുരന്ത ബാധിത തോതനുസരിച്ച് ജപ്പാനിലെ ക്യാൻസറിന്റെ സാധാരണ നിരക്ക് വർദ്ധിക്കുമെന്നും ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് മീഡിയ 1. സ്പെഷ്യൽ എഡിഷനിൽ ഒരു ഇടവേള കൂടി. Special edition brought to you by
പെർഫോമർ കൂടിയാണ്, വെറും ഒരു പാട്ടുകാരി മാത്രമല്ല. ആകാശഭൂമി കദീപതിയായ അല്ലാഹുവിൻ്റെ പുതുരത്തിനാലെ ഇബ്രാഹിമെന്ന എക്സ്പ്രസീവ് ആയിരുന്നു. ലൈൻസും പറയുന്നൊക്കെ ആ മുഖത്തുണ്ടായിരുന്ന ആ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ അത് പാട്ടിനും വന്നു. ആ സംഗതിയുള്ളൊരു എന്താ പറയുക, ഒരു ഇടിച്ചിങ്ങനെ പഞ്ചിൽ വരിക എന്ന് പറഞ്ഞില്ലേ, അത്രയും ക്ലാരിറ്റിയിലായിരുന്നു. എനിക്കിഷ്ടം ടോണിന് ഭയങ്കര ക്വാളിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് പ്ലേ ബാക്കിന് ഭയങ്കരമായിട്ട് സൂട്ട് ചെയ്യുന്നൊരു വോയിസ്. മിസ്റ്റർ ലൈറ്റ് പ്രസൻസ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് 14ാം രാവ്. ബ്രോട്ട് യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ ചെയിനുകളുടെ ഉത്സവം. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. പ്രസന്റഡ് ബൈ മിസ്റ്റർ ലൈറ്റ്. മിസ്റ്റർ ലൈറ്റ് പ്രസൻസ് മാസ് റോവർ ഇൻ അസോസിയേഷൻ വിത്ത് കമ്മീഷൻ ഏജന്റ് ഇല്ലാതെ യഥാർത്ഥ പണിക്കൂലി. ടോപ്കോ സംസം, ബാങ്ക് റോഡ്, കണ്ണൂർ. പണ്ടുണ്ടായിരുന്ന ഒറിജിനൽ കാർഡുകളുടെ ഒരു 7% മാത്രമേ ഇപ്പോൾ ഉള്ളൂ. പരിസ്ഥിതി നമുക്ക് ആവശ്യമാണ്, പക്ഷേ ജനങ്ങളുമായി ബന്ധപ്പെട്ട പരിസ്ഥിതിയാണ്. കുടിവെള്ളത്തിനും ഇറിഗേഷനും പ്രശ്നമുണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പശ്ചിമഘട്ട മലനിരകളുടെ ശോഷണമാണ്. ഈ റിപ്പോർട്ട് നമ്മൾ നടപ്പിലാക്കിയിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ മക്കളെ നടപ്പിലാക്കിക്കോളും. അത്രമാത്രം പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സംപ്ലറി ഡാൻസേഴ്സ് അല്ല, അവിടെയാണ് പക്ഷെ നിങ്ങളുടെ വിജയം. ഈ 9 പേരെയും കൊറിയോഗ്രാഫേഴ്സ് വളരെ ഭംഗിയായിട്ട് ഒരേപോലെ ഒരേ കോമ്പിനേഷൻ എന്ന് പറയില്ലേ, മനസ്സ് പരസ്പരം അറിയുക എന്ന് പറയുന്ന ആ ഒരു രീതി നിങ്ങൾ ഭയങ്കരമായിട്ട് ഉൾക്കൊണ്ടു. സ്പെഷ്യൽ എഡിഷനിലേക്ക് തിരിച്ചു വരാം. കണ്ണൂർ പുതിയങ്ങാടിയിൽ മണൽ ലോബിയുടെ മർദ്ദനമേറ്റ് യുവതിക്ക് പരിക്കേറ്റു. പുതിയങ്ങാടി നീരൊഴുക്ക് ചാലിലെ വടക്കൻ ജസീറയ്ക്കാണ് മർദ്ദനമേറ്റത്. മണൽവാരൽ ലോബിക്കെതിരെ ഒറ്റയാൾ പോരാട്ടമാണ് ജസീറ നടത്തുന്നത്. ഇതിൽ പ്രകോപിതരായാണ് ഒരു സംഘം ജസീറയെ മർദ്ദിച്ചത്. പുതിയങ്ങാടി നീരൊഴുക്കും ചാൽ പ്രദേശത്തെ അനധികൃത മണൽവാരലിനെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തി വരികയായിരുന്നു ജസീറ. ഈ 30കാരുടെ എതിർപ്പ് കാരണം വാഹനങ്ങളിൽ മണൽ കടത്താൻ മണൽ ലോബിക്ക് കഴിയാതായി. ഇതോടെ സ്ത്രീകളെ ഉപയോഗിച്ച് തലച്ചുമടായി മണൽ കടത്താൻ തുടങ്ങി. മണൽ ലോബിയുടെ ഈ തന്ത്രത്തെയും എതിർത്തതോടെയാണ് ജസീറയെ ആക്രമിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റ ജസീറയെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കേസെടുക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം KE ഗംഗാധരൻ പഴയങ്ങാടി പോലീസിന് നിർദ്ദേശം നൽകി. ഇതേ തുടർന്ന് 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മീഡിയ 1 കണ്ണൂർ. ഹാരിസൺസ് മലയാളം പ്ലാന്റേഷൻ കയ്യേറിയ ഭൂമി തിരിച്ചു പിടിക്കണമെന്ന ഹൈക്കോടതി വിധി വയനാട്ടിൽ ഭൂസമരം നടത്തുന്ന വിവിധ സംഘടനകൾക്ക് അനുകൂലമായി. പ്ലാന്റേഷന്റെ കൈവശമുള്ള പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമിയും മിച്ച ഭൂമിയും പിടിച്ചെടുത്ത് ഭൂരഹിതർക്ക് വിതരണം ചെയ്യണമെന്നാണ് സമരക്കാരുടെ ആവശ്യം.
വയനാട് ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഹാരിസൺസ് മലയാളം പ്ലാന്റേഷന്റെ ഭൂമികളിൽ സമരം നടക്കുന്നത്. അരപ്പറ്റ, തോരുമല, പെരുങ്കോട എസ്റ്റേറ്റുകളിലാണ് ഭൂസമരം. ജില്ലയിലെ ഭൂരഹിതരായ ആദിവാസികൾക്കും കർഷക തൊഴിലാളികൾക്കും തോട്ടം തൊഴിലാളികൾക്കും ഭൂമി ലഭ്യമാക്കുകയെന്നതാണ് ലക്ഷ്യം. സമരക്കാരുടെ ആവശ്യങ്ങൾക്ക് അനുകൂല തീരുമാനമാണ് ഹൈക്കോടതി വിധിയിലൂടെ ഉണ്ടായത്. ഭൂമിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നതിന് വേണ്ടി സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണം. വയനാട്ടിൽ മാത്രം ഭൂരഹിതരായ 20,000-ൽ പരം ആദിവാസികൾ ഉണ്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. 2 മാസത്തിനുള്ളിൽ ഭൂമി തിരിച്ചുപിടിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ്. ജില്ലയിൽ മാത്രം 1200 ഏക്കറോളം സ്ഥലം ഹാരിസൺസ് കയ്യേറിയിട്ടുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. മീഡിയ 1 വയനാട്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ സർവീസസ് ഫൈനലിൽ ഇന്ന് കൊച്ചിയിൽ നടന്ന 2ാം സെമിയിൽ പഞ്ചാബിനെയാണ് സർവീസസ് പരാജയപ്പെടുത്തിയത്. 3-1 സർവീസസിന്റെ വിജയം. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ കേരളം സർവീസസിനെ നേരിടും. ഫെഡറേഷൻ കപ്പ് വോളി പുരുഷ വിഭാഗത്തിൽ കേരളത്തിന് വിജയം. ഹരിയാനയെ 1-3 സെറ്റുകൾക്കാണ് കേരളം പരാജയപ്പെടുത്തിയത്. സെമി ഫൈനൽ നാളെ കേരളം സർവീസസിനെ നേരിടും. സ്പെഷ്യൽ എഡിഷനിൽ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡൽഹിയെ ഞെട്ടിച്ച് വീണ്ടും പീഡനം. മംഗൽപുരിയിൽ പീഡനത്തിനിരയായത് 7 വയസ്സുകാരി. സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. വാഹനങ്ങൾ ആക്രമിച്ച പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തി വീശി. പെട്രോൾ വില വീണ്ടും കൂട്ടി. ലിറ്ററിന് ₹1.40. പുതുക്കിയ വില അർദ്ധരാത്രി മുതൽ. സംസ്ഥാനത്ത് സർക്കാർ ഡോക്ടർമാരുടെ പണിമുടക്കിൽ രോഗികൾ വലഞ്ഞു. എസ്മ പ്രയോഗിക്കാത്തത് എന്തെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. സമരം ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് ആരോഗ്യമന്ത്രി. വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് KGMOA. മുന്നണി ബന്ധങ്ങളിൽ വീണ്ടും ചെറുചലനങ്ങൾ. ഇടതുമായി സഹകരിക്കാൻ തയ്യാറെന്ന് MV രാഘവൻ. ചർച്ച ചെയ്യുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മുന്നണി വിട്ടവർ തിരിച്ചുവരണമെന്ന പ്രകാശ് കാരാട്ടിന്റെ അഭിപ്രായത്തിന് വലിയ വിലയുണ്ടെന്ന് VS. LDFന്റെ നയവും പരിപാടിയും അംഗീകരിക്കുന്ന ആരു വന്നാലും സ്വീകരിക്കുമെന്ന് വൈക്കം വിശ്വൻ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ സർവീസസ് ഫൈനലിൽ 2ാം സെമിയിൽ പഞ്ചാബിനെ 3-1 തോൽപ്പിച്ചു. ഞായറാഴ്ചത്തെ ഫൈനലിൽ കേരളത്തെ നേരിടും. സ്പെഷ്യൽ എഡിഷൻ അവസാനിക്കുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.